ബസ്സിൽ വീഡിയോ ചിത്രീകരിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ദീപകിന്റെ മരണത്തിൽ ബലാത്സംഗത്തിനുള്ള ആഹ്വാനവുമായി ബി.ജെ.പി. പ്രവർത്തകൻ. വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്ന് തൊടുപുഴ സ്വദേശി അജയ് ഉണ്ണിയാണ് ആഹ്വാനം ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിരുന്നു അജയ് ഉണ്ണി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് ഇയാൾ. ഇത്തരം ദുരനുഭവങ്ങൾ ഇനിയും ആണുങ്ങൾക്ക് പലതും നേരിടേണ്ടി വരും. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇങ്ങനെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായി ഇങ്ങനെ ഒരു നാണം കെടുത്താൻ ഒരു ശ്രമം നടന്നു കഴിഞ്ഞാൽ മരിക്കണമെന്ന് തോന്നി നമ്മൾ ഉറപ്പിച്ച് പിന്നെ നാണം കെട്ടു മരിക്കണമെന്ന് തോന്നിയാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഈ അപരാധം പറഞ്ഞുണ്ടാക്കുന്നവരെ നേരെ ചെന്നിട്ട് ഒന്ന് ബലാത്സംഗം ചെയ്തിട്ട് ഒന്ന് പോയി മരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത കുറ്റം ചെയ്തു എന്നുള്ള ആ മനസ്സിന്റെ ആ പശ്ചാത്താപത്തോടെ മാന്യമായിട്ട് മരിക്കാം. അല്ലാണ്ട് ഇതൊരു കുറ്റവും ചെയ്യാണ്ട് നമ്മൾ ഒരു ഭീരുവിനെ പോലെ മരിക്കേണ്ട ഒരു കാര്യവുമില്ല. ശരി, ആഷിക്ക് കൂടുതൽ വിവരങ്ങളുമായി. ആഷിക്ക്, ഏതാണ് ഇയാൾ? നിഷാദ്, തൊടുപുഴയിൽ ഒരു പ്രമുഖ ബി.ജെ.പി. പ്രവർത്തകനും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ നഗരസഭയിൽ 5ാം വാർഡിൽ നിന്ന് എൻ.ഡി.എക്ക് വേണ്ടി മത്സരിച്ച അജയ് ഉണ്ണി എന്ന അജയ് വി മാരാരാണ് പരാമർശം നടത്തുന്നത്. ഇത്തരം അശ്ലീല പരാമർശങ്ങളും വൾഗറായിട്ടുള്ള സംസാരവും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ് ഇദ്ദേഹം. ഇത് ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നതിനിടയിലാണ് ഇത്തരം ഗുരുതര സ്വഭാവത്തിലുള്ള പരാമർശം അയാൾ നടത്തുന്നത്. അത് പറയുന്നത് ബലാത്സംഗം ചെയ്യാം എന്ന് മാത്രമല്ല, ബലാത്സംഗം ചെയ്ത് ജയിലിൽ പോയാൽ അവിടെ പണിയെടുത്ത് പണം സമ്പാദിക്കാനുള്ള അവസരം കൂടി നമുക്കുണ്ട് എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഇത്തരം പരാമർശങ്ങൾ നിരന്തരം ആവർത്തിക്കുന്ന ഒരാളാണ്. തീർച്ചയായും സാമൂഹ്യ വിരുദ്ധമായ പരാമർശങ്ങൾ മുമ്പ് ഇദ്ദേഹത്തിന്റെ കണ്ടന്റുകളിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് പ്രോത്സാഹിപ്പിക്കപ്പെടുക കൂടിയായിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇയാൾക്ക് മത്സരിക്കാനുള്ള അവസരം നൽകിക്കൊണ്ട് ബി.ജെ.പി. ചെയ്തത് എന്ന വിമർശനം പരക്കെ ഉയരുകയും ചെയ്തിരുന്നു. അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ ദീപകിന്റെ മരണത്തെക്കുറിച്ച് ഇദ്ദേഹം പ്രതികരിക്കുമ്പോൾ ആ സ്ത്രീയെ അടക്കം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച ആ നിലയിലുള്ള സ്ത്രീകളെ ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്യണം എന്ന ആഹ്വാനം ഇയാൾ നടത്തുന്നത്. വലിയ സാമൂഹ്യ ദ്രോഹി എന്ന് പലപ്പോഴും മുദ്രകുത്തപ്പെട്ട ആൾ കൂടിയാണ്. പക്ഷേ ഇത്തരം രാഷ്ട്രീയ സംഘടനകൾ ഇവർക്ക് വലിയ സ്വീകാര്യത നൽകുന്നു എന്നുള്ള വിമർശനം ഈ പോസ്റ്റിന്റെ കമന്റുകളിൽ തന്നെയും ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ ഒരു പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ കേസെടുത്ത് ഇയാൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് തൊടുപുഴ പോലീസ് അറിയിച്ചിട്ടുണ്ട്. വിവിധ സാമുദായിക സംഘടനകളടക്കം ഇയാൾക്കെതിരെ പരാതി നൽകുന്ന കാര്യം പരിഗണനയിലാണെന്നും ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നുമുണ്ട്. നിഷാദ്, ശരി.